നമസ്കാരം. തിരുവായ്ക്ക് എതിർവാ പറയാത്ത ഒരു റബ്ബർ സ്റ്റാമ്പിനെയാണ് KPCC പ്രസിഡന്റായിട്ട് വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ പുറത്തു വന്ന ഈ വാർത്ത. അതൊന്ന് കേട്ടു നോക്കാം. KPCC അധ്യക്ഷ ചർച്ചകൾക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ. ഹൈക്കമാൻഡ് നേതൃത്വവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സതീശൻ നിലപാട് അറിയിക്കും. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ KPCC അധ്യക്ഷനാകണമെന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്. ജിബിൻ JB തിരുവനന്തപുരം. കേട്ടല്ലോ, സർക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളെയാണ് KPCC പ്രസിഡന്റായിട്ട് വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നതെന്ന്. അതായത് എന്ത് വൃത്തികേട് ചെയ്താലും അതിനെതിരെ ശബ്ദിക്കാത്ത ഒരു പാവ, അങ്ങനെ ഒരാളെയാണ് സതീശൻ ആഗ്രഹിക്കുന്നത്. എന്തൊരവസ്ഥയാണത്! നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ 2 മാസമാകാറായി ഭരിക്കാൻ കയറിയിട്ട്. കഴിഞ്ഞ സർക്കാരിനെതിരെ ഉയർന്ന ഒരു ആരോപണത്തിന്മേലും ഒരന്വേഷണവും ഇതുവരെ വി.ഡി. സതീശൻ്റെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. പച്ചയായ ഒത്തുകളി ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒത്തുകളി ഭരണത്തിനെതിരെ സംസാരിക്കാത്ത വെറും ഒരു പാവയെയാണ് KPCC പ്രസിഡൻ്റായിട്ട് വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പദവി? KPCC പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു തിരുത്തൽ ശക്തിയാവണം, ആർജവമുള്ള ആളായിരിക്കണം. സർക്കാർ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ നട്ടലുള്ള ഒരാളായിരിക്കണം. അങ്ങനെ നോക്കിയാൽ ഏറ്റവും യോഗ്യൻ മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ KPCC പ്രസിഡൻ്റായാൽ ഈ ഒത്തുകളി ഭരണം പിന്നെ നടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെതിരെ ശക്തമായി കുഴൽനാടൻ പ്രതികരിക്കും. പിന്നെ അന്വേഷണം പ്രഖ്യാപിക്കാൻ, കഴിഞ്ഞ സർക്കാരിനെതിരെ ഉയർന്ന സകല ആരോപണത്തിന്മേലും അന്വേഷണം പ്രഖ്യാപിക്കാൻ മാത്യു കുഴൽനാടൻ ശക്തമായ സമ്മർദ്ദം സർക്കാരിന് മേൽ ചുമത്തും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കുഴൽനാടൻ ആവാനാണ്. ഈ ഒത്തുകളി ഭരണം അവസാനിച്ചേ പറ്റൂ. ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടി സതീശൻ്റെ സർക്കാർ അവസാനിപ്പിക്കുക. നിങ്ങളെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത് പൂക്കിച്ചിരിയും ചിരിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ മുന്നോട്ട് പോകാനല്ല, തെറ്റുകാരായ ആളുകൾക്കെതിരെ അന്വേഷണം നടത്തി തെളിവ് സഹിതം അവരെ അഴിക്കുള്ളിലാക്കാനാണ്. നിങ്ങൾക്ക് അതിനുള്ള ആർജവമില്ലെങ്കിൽ അത് ആർജവമുള്ള ആളുകൾക്ക് ആ പദവി വിട്ടുകൊടുക്കുക, അന്തസ്സായിട്ട് ഭരിക്കുക. 5 വർഷം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് തോന്നിയതുപോലെ ഒത്തുകളി കളിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല. ജനങ്ങളാണ് നിങ്ങളെ അധികാരത്തിലെത്തിച്ചത്. ജനങ്ങളോട് ഒരു തരിമ്പ് പ്രതിബദ്ധത ഉണ്ടായേ പറ്റൂ. നിങ്ങൾക്കതുണ്ടായില്ലെങ്കിൽ ആ പ്രതിബദ്ധതയുടെ അർത്ഥം നിങ്ങളെ പഠിപ്പിക്കാൻ ശേഷിയുള്ള, ആത്മാർത്ഥതയുള്ള, ആർജവമുള്ള, നട്ടലുള്ള ഒരാൾ KPCC പ്രസിഡൻ്റായിട്ട് വരും. അത് വരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. അല്ലാതെ ഒരു അടിമയല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് ടു മാത്യു കുഴൽനാടൻ. ഇത് ജനങ്ങളുടെ സപ്പോർട്ടാണ്. അതിനെ മറികടക്കാൻ സതീശനും കൂട്ടരും ശ്രമിക്കരുത്. ഒത്തുകളി ഭരണം അവസാനിച്ചേ പറ്റൂ.